2 മാസത്തെ അവധിക്ക് ശേഷം ഇന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആഘോഷമായാണ് പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാതല പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവങ്ങൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രവേശനോത്സവ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, വീണ്ടും ഒരു അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നു. കുരുന്നുകളുടെ ആരവം വീണ്ടും സ്കൂളിൽ ഉണർന്നു കഴിഞ്ഞു. വളരെ ആഘോഷമായി തന്നെയാണ് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കല്ലാർ സ്കൂളിൽ നിന്നാണ് അനീഷ് ചേരുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അവിടുത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? ഷിബിൻ, 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാലയങ്ങൾ സജീവമാവുകയാണ്. ഇടുക്കി ജില്ലയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോൾ പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാതല പ്രവേശനോത്സവം തൊടുപുഴയിലാണ് നടക്കുന്നത്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളില് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും തന്നെ ആഘോഷമായിട്ടാണ് കുട്ടികളെ വരവേൽക്കുന്നത്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ വരവേൽക്കുന്നിടത്താണ് ഏറ്റവും രസകരമായ കാഴ്ചകളുള്ളത്. ചിലർ കരയുന്നു, ചിലർ പൊട്ടിച്ചിരിക്കുന്നു, ചിലർക്ക് പരിഭവങ്ങളുണ്ട്. ഇങ്ങനെ എന്താണെങ്കിലും വളരെ മധുരമൂർന്ന ഒരു കാഴ്ച തന്നെയാണ് പ്രവേശനോത്സവങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയും പ്രവേശനോത്സവ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രവേശനോത്സവ പരിപാടികളിലേക്കും കടക്കും. എന്താണെങ്കിലും ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മുഖം മിനുക്കിക്കൊണ്ടാണ് ഇന്നത്തെ പ്രവേശനോത്സവത്തിലേക്ക് വരുന്നത്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ചെയ്യേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമുള്ള കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഉള്ളത്. സ്കൂളിന്റെ PTA ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. PTA പ്രസിഡന്റായിട്ടുള്ള രമേശ് കൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു പ്രവേശനോത്സവ നടപടികൾ? ഇടുക്കി ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പുതിയൊരു അധ്യയന വർഷവും അഭിമാനത്തോടുകൂടി ഇന്ന് പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിക്കുകയാണ്. നിരവധി കുട്ടികൾ പുതിയതായി സ്കൂളിലേക്ക് മറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കടന്നു വന്നുകൊണ്ട് ഈ സ്കൂള് വീണ്ടും മികവിന്റെ കേന്ദ്രമായി മാറുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലുമെല്ലാം കലാമേഖലയിൽ കായിക മേഖലയിലെല്ലാം വലിയ മികവുകൾ പുലർത്തുന്ന സംസ്ഥാനത്തെ തന്നെ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന നമ്മുടെ സ്കൂള് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് സ്കൂളിനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം ഉള്ളത്. ഇവിടെ പുതിയ കൂട്ടുകാരെ വരവേൽക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും ഇവിടുത്തെ വിദ്യാർത്ഥികളുമെല്ലാം വളരെ സജീവമായി പ്രവേശനോത്സവത്തിന്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആരംഭിക്കും. നമുക്ക് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് വളരെ വലിയ രീതിയിലുണ്ട്. എന്നാൽ നമ്മുടെ സ്കൂളിൽ ഓരോ വർഷം കഴിയുന്നതും ജില്ലയിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതിന്റെ ഒരു മികവിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ നമ്മുടെ റിസൾട്ടുകൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്കൂളുകളിൽ നിന്നടക്കം ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് അടക്കം പുതിയ കുട്ടികൾ ഇവിടെ കടന്നു വരികയാണ്. നമ്മുടെ റിസൾട്ടുകൾ 10ാം ക്ലാസ്സിലെ മികച്ച റിസൾട്ട് 100% വിജയം, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല അതോടൊപ്പം തന്നെ കലാമേളയിൽ കായികമേളയിലെല്ലാം കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA എല്ലാം ചേർന്ന് നടത്തുന്ന വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസൾട്ടാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ. അതുകൊണ്ട് ഈ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ വീണ്ടും കടന്നു വരികയാണ്. ഇടുക്കി ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ നേടുന്ന പട്ടം കോളനിയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സ്കൂൾ ഒരു മാതൃകാ വിദ്യാലയമായി നിലകൊള്ളുകയാണ്. അത് ഷിബിൻ, ഇങ്ങനെ തന്നെയാണ് ഇത്തരത്തില് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും തന്നെ പ്രവേശനോത്സവങ്ങൾ സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഘോഷത്തോടു കൂടി തന്നെയാണ് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും അധികം ആഘോഷം അലതല്ലുന്നത് എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം 2 മാസവും തൊടിയിലും പാടത്തുമൊക്കെ മാങ്ങയും ചക്കയും ഒക്കെ രുചിച്ച് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന കുട്ടികളാണ് ഇപ്പോൾ വീണ്ടും
പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പലർക്കും ആ ഒരു പരിഭവമൊക്കെ തന്നെ ഉണ്ട്. എങ്കിലും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതിൽ ഇവർ ആഹ്ലാദചിത്തരാണ്. ഇവരെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള നടപടികൾ എല്ലാ സ്കൂളുകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിബിൻ.